ഹലോ ഡിയേഴ്സ്, ഇനി നമ്മൾ സേ എക്സാമിലോട്ട് വളരെ സീരിയസ് ആയിട്ട് ഇരുന്ന് പഠിക്കേണ്ട ഒരു സമയമാണ്. ഇനി പഠിച്ചാൽ പോലും നിങ്ങൾക്ക് പാസ് മാർക്കല്ല 30ഉം അതിന് മുകളിലും നേടാവുന്ന സമയമുണ്ട്. കാരണം ഇനിയും നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. പക്ഷെ കൃത്യമായ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടായിരിക്കണം. ബയോളജി എങ്ങനെ പഠിക്കണം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. അതുപോലെ തന്നെ മാത്സുമായി, ഫിസിക്സുമായി, കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ നേരത്തെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനി മാത്സിന്റെയും ഫിസിക്സിന്റെ ഒക്കെ വീഡിയോകൾക്ക് വേണ്ടി നിങ്ങൾ നമ്മളെ കമന്റ് ബോക്സ് അതിനകത്ത് ഫയർ ആക്കണം. കമന്റ് ബോക്സ് ഒക്കെ അങ്ങ് ഫയർ ആകുമ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. അപ്പൊ അതിനകത്ത് ലൈക്ക്, കമന്റ്, സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സുകളോടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഒപ്പം ഹൈപ്പും. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാം. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടാണ് നമ്മുടെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ബയോളജി എങ്ങനെ പഠിക്കണം, ഈ വീഡിയോ നിങ്ങൾ മുഴുവനായി കണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പം അതിനകത്ത് ഞാൻ പറയാം എങ്ങനെയാണ് ബയോളജി നിങ്ങൾ പഠിക്കേണ്ടത്. കെമിസ്ട്രി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഫിസിക്സും മാത്സും എങ്ങനെ പഠിക്കണം എന്ന വീഡിയോസ് ഉടനെ തന്നെ വരും. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സബ് ചെയ്യാൻ മറക്കേണ്ട. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ ജോയിൻ ആയിക്കോളൂ. കമ്മ്യൂണിറ്റിയിൽ ഇനി ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു ചില ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാമെന്ന് കഴിഞ്ഞ. അപ്പൊ അത് അതിനകത്ത് ഡിസ്കസ് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ ലിങ്ക് കമന്റ് ബോക്സിലോട്ട് മറക്കേണ്ട. നിങ്ങളുടെ ഫ്രണ്ട്സുകളോട്ടൊക്കെ ഷെയർ ചെയ്തോളൂ. മാത്രമല്ല ഇപ്പം എന്താണ് അതിനകത്തെ ആദ്യം ഞാനൊരു കാര്യം പറയാം. ഈ ചാപ്റ്ററിൽ ഏറ്റവും നമുക്ക് എളുപ്പമുള്ള ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിപ്രൊഡക്ഷൻ. വളരെ എളുപ്പമാണ്. അപ്പൊ അതുകൊണ്ട് 5 മാർക്ക് അത് നിങ്ങൾക്ക് ആദ്യം എന്തായാലും പലരും പഠിച്ചിട്ടുണ്ടാവും ഫസ്റ്റ് ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ. അതുപോലെ തന്നെ അതിനകത്ത് പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തും അത് കണ്ടോ. കഴിഞ്ഞ 2 ചാപ്റ്ററോട് 11 മാർക്കാണ് വെയിറ്റേജ് വന്നത്. അപ്പൊ 2 ചാപ്റ്റർ വളരെ പെട്ടെന്ന് തീർക്കാം. 11 മാർക്കായില്ലേ. അപ്പം ഈ ചാപ്റ്റേഴ്സ് ഒക്കെ എങ്ങനെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എവിടുന്ന് പഠിക്കണം, ഏത് ക്വസ്റ്റ്യൻ പഠിക്കണം എന്ന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ആപ്പിൽ അതിനകത്ത് നമ്മൾ മുൻപ് ചെയ്ത വീഡിയോസ് അതിനകത്ത് റെക്കോർഡായിട്ട് കിടക്കും. ഇപ്പൊ നിങ്ങൾ മുമ്പിൽ ഉള്ള ലൈവ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഇനി ഇപ്പം ജോയിൻ ആയാൽ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതെല്ലാം അതിൽ റെക്കോർഡാണ്. മുന്നത്തെ ലൈവുകൾ, അതുപോലെ ഇനി നടക്കാൻ പോകുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യനുകളുടെ ലൈവ് ഒക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ഇപ്പം ആർക്കും അഫോർഡബിൾ ആവുന്ന രീതിയിൽ നമ്മൾ ഫീസ് കാര്യങ്ങൾ വളരെ കുറച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കുക, ആ ഒരു സൗകര്യം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓരോ ചാപ്റ്റർ വൈസ് അതിനകത്ത് ഇന്ന ക്വസ്റ്റ്യൻസ് പഠിക്കണമെന്ന് പറയുമ്പോൾ അതങ്ങ് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, 5 സ്റ്റാർ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറഞ്ഞ് അതിനകത്ത് പറയും. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് 18 അല്ല, 30 അല്ല, 40 അല്ല, അതിനപ്പുറവും മാർക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ നമ്മുടെ റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാം. ഇതിപ്പം കെമിസ്ട്രിയുടെ റിസൾട്ടാണ്. 5 മാർക്കുമായിട്ട് ഇവർ ഫെയിൽ ആയി വന്നിട്ട്, ഇത് പുതുതായി കാണുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പറയുകയാണ്, 5 മാർക്കുമായി ഫെയിൽ ആയി വന്നിട്ടാണ് 24 മാർക്കിലോട്ട് എത്തിയത്. അതുപോലെ തന്നെ 6, 27 ആയ കേസുകൾ ഇവരൊക്കെ ലേറ്റ് ആയിട്ടാണ് ബാച്ചിൽ ജോയിൻ ആയത്. അതുപോലെ ഈ ഒരു പയ്യൻ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. +1 8 മാർക്ക്, +2 5 7 അഡ്ഡപടലം പൊട്ടിയിട്ട് പിന്നീട് ഫിസിക്സിൽ 28 വേണമായിരുന്നു, 28ഉം നേടി. കുറഞ്ഞ സമയം കൊണ്ട് കെമിസ്ട്രിയും ഫെയിൽ ആയിരുന്നു, കെമിസ്ട്രിയും നേടി 21. പിന്നീട് ഈ ഒരു കേസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബയോളജിയിൽ ഇവർ 15 ഇവരുടെ ടി മാർക്ക്, ഫെയിലായി. അങ്ങനെ പിന്നെ സേ എക്സാം എഴുതി, പക്ഷേ ഇവർ വീണ്ടും ഫെയിലായി. പക്ഷെ പിന്നീടാണ് നമ്മളെ കുറിച്ചറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയിട്ട് കണ്ട അവരുടെ ടി മാർക്ക് ബയോളജിയിൽ 39 മാർക്കാണ്, കെമിസ്ട്രിയിലാണെങ്കിലോ 36. അതുപോലെ ഈ ഒരു കേസ് ഇവർ കെമിസ്ട്രി ഫെയിൽ ആയിട്ട് കണ്ടോ. ഇവരുടെ സെക്കൻഡ് ഇയറിലെ ടി മാർക്ക് നോക്കൂ, 46 ഫെയിലായി. പിന്നെ അവർ തനിയെ സേ എക്സാം എഴുതാൻ നോക്കി, പക്ഷേ വീണ്ടും ഫെയിലായി. പിന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ 46, ഒരു 6 മാർക്ക് കൂടി ഉണ്ടെങ്കിൽ ഫെയിലായി വന്ന ഒരു സ്റ്റുഡന്റിന് A+ എന്ന് പറഞ്ഞാൽ ആ ഒരു ചരിത്രം നമുക്ക് കുറിക്കാൻ സാധിച്ചേന്. ഒരു 6 മാർക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആ 46 എത്തി. +1 അവർ എഴുതണമായിരുന്നു പിന്നീട്. അതായത് ഇപ്പം സേ നിങ്ങൾക്ക് മിസ്സായ പിന്നെ +1ഉം +2ഉം എഴുതണം എന്നുള്ള റൂള് ആ സമയത്ത് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അതും എഴുതി. അപ്പൊ 36 +1 വന്നപ്പോൾ തന്നെ അവർ ഡബിൾ പാസ്സാണ്. പിന്നെ അതിനകത്ത് ഈ ഒരു കേസ് ഇവർ 6 മാർക്കാണ് ടി മാർക്ക്, കെമിസ്ട്രി നോക്കിയാൽ കാണാം. അങ്ങനെ അതെന്തായി 35 എത്തി. അങ്ങനെ 9, 31 ആയ കേസുകൾ. ഇത് +1 ഫിസിക്സിൽ ഇവർക്ക് മാർക്ക് കുറഞ്ഞുകൊണ്ട് ഇവർ ഫെയിലായി. +2 സേ എഴുതിയിട്ടുണ്ടോ 40 അറൗണ്ട് മാർക്ക്, 17, 30, 10, 28. ഞാൻ പറയുന്നില്ല, ഒരുപാട് കേസുകൾ. ഈ ബയോളജിയും മാത്സും ഒരുമിച്ച് ഫെയിലായി. എന്നിട്ട് ഫെയിലായി, വീണ്ടും ഫെയിലായി. നമ്മുടെ അടുത്ത് വന്ന് 3ാമത്തെ ചാൻസിൽ നമ്മളെ കുറിച്ച് അറിഞ്ഞ് ബാച്ചിൽ ജോയിൻ ആയപ്പോൾ കണ്ടോ ഇന്നിപ്പം ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പയ്യൻ SSLCയിലൊക്കെ മിനിമം A+ ആയിരുന്നു, എന്നിട്ട് പോലും ബയോളജിയിൽ മാർക്ക് കണ്ടോ. SLCയിൽ 3 or 4 A+ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മുന്നത്തെ വർഷമൊക്കെ 3 or 4 A+ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം A+. കാരണം വാരിക്കൂരി കൊടുക്കുന്ന A+ കിട്ടുന്ന ഒരു സമയമാണ്. എന്താ പറയാ, ട്രോളുകൾ വരെ വന്ന സമയം. ഗോപാലറ്റിന് വരെ A+ കിട്ടിയ, എന്താ പറയാ, മഴ പെയ്തപ്പം സ്കൂളിന്റെ വരാന്തയിൽ നിന്ന ഗോപാലറ്റിന് വരെ A+ കിട്ടിയെന്ന് പറഞ്ഞ സമയമായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ വന്ന ട്രോളുകൾ വന്ന സമയം. അപ്പൊ ആ ഒരു സമയത്ത് പോലും അതിനകത്ത് ഇത്രയും മിനിമം A+ ഉള്ള ഒരു പയ്യനെ ബയോളജിയിൽ +1 നമ്മുടെ ബാച്ചിൽ ജോയിൻ ആയ റിസൾട്ട് കണ്ടോ. അറൗണ്ട് A+, കെമിസ്ട്രി കണ്ടോ അറൗണ്ട് A+ അല്ലെ, അറൗണ്ട് ഫുൾ മാർക്ക് ബയോളജി, കെമിസ്ട്രിയും അറൗണ്ട് ഫുൾ മാർക്ക്, ഫിസിക്സ് റിവാലുവേഷൻ കൊടുത്ത് A+ ആയി. മാത്സ് അവന്റെ സ്ട്രീമിൽ ഉണ്ടായിരുന്നില്ല, അവൻ ചുമ്മാ സൈഡായിട്ട് പഠിച്ചതാണ്, എന്നിട്ട് പോലും ഈ ഒരു മാർക്കിലോട്ട്. അങ്ങനെ ഒരുപാട് കേസുകളുണ്ട്. ഞാൻ അതിലോട്ടൊന്നും പോകുന്നില്ല. നമുക്ക് ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളോട്. അപ്പൊ ബാച്ചുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു, ആപ്പിൽ ലൈവായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇനി അറ്റൻഡ് ചെയ്യാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസിന്റെ ലൈവ് കാര്യങ്ങൾ നമ്മുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഒപ്പം നിങ്ങൾക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാം.
അപ്പം ലൈവിൽ അതിനകത്ത് മുന്നത്തെ ക്ലാസ്സുകളൊക്കെ അതിനകത്ത് കിടക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഏത് പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ ആ വീഡിയോ അങ്ങ് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ റിപ്രൊഡക്ഷൻ നിങ്ങൾക്ക് ആദ്യം പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ റിപ്രൊഡക്റ്റീവ് ഹെൽത്ത് പഠിക്കാം, 11 മാർക്ക് ആയില്ലേ. പിന്നെ നിങ്ങൾക്ക് സെക്ഷൽ റിപ്രൊഡക്ഷൻ നല്ല വെയിറ്റേജും ഭയങ്കര സിമ്പിളുമാണ്. നമ്മുടെ ആപ്പിൽ അത് വളരെ സിമ്പിൾ ആക്കിയിട്ട് അതിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ചെയ്തിട്ടുണ്ട് ഇതിലെല്ലാം. അപ്പോൾ 5 മാറും 11ഉം 8ഉം എത്രയായി, 19 നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പഠിക്കാം. പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് 6 ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ചിലർക്ക്, മോളിക്കുലാർ ബേസിസും ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അതിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻസ് എന്ത് ചെയ്യുക, അത് നമ്മൾ പ്രത്യേകം പറഞ്ഞു തരും, അത് നിങ്ങൾ പഠിക്കാം. എവല്യൂഷനിലും അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ട്. ഹ്യൂമൻ ഹെൽത്തിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 ക്വസ്റ്റനുകൾ ഉണ്ട്. അത് നിങ്ങൾ മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ട അങ്ങനെയുള്ള ക്വസ്റ്റൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് പഠിക്കാം. ഒപ്പം തന്നെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ പിന്നെ ഇത് കുറവാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, എന്തായാലും ഹ്യൂമൻ റിപ്രൊഡക്ഷന്, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, പിന്നെ സെക്ഷൽ റിപ്രൊഡക്ഷൻ നല്ല വെയിറ്റേജ് ഉണ്ടല്ലോ അത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ആയി എന്ത് അറൗണ്ട് ഒരു 19 മാർക്ക്. പിന്നെ 19 എന്ന് പറഞ്ഞാൽ പല ക്വസ്റ്റ്യൻസും കുറച്ചുകൂടി എന്താ പറയുക ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ വരുമ്പോൾ ഈ ഒരു 19 നിങ്ങൾക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ ഡബിൾ പഠിക്കണം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിന്റെ ഡബിളിലോട്ട് നിങ്ങൾ പഠിക്കാം. അപ്പോൾ ഇവിടെ 5ഉം 6ഉം 11ഉം 8ഉം 19. പിന്നെ നിങ്ങൾ മൈക്രോബ്സ് അല്ല, പിന്നെ ബയോടെക്നോളജി 8ഉം 8ഉം 16. ഇതൊക്കെ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ അതിനകത്ത് ലൈവ് കാര്യങ്ങൾ അതിനകത്തുണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം 11ഉം 8ഉം 19. 19ഉം ഇവിടെ എത്രയായി, 16ഉം 19ഉം 16ഉം എത്രയായി, 19ഉം 16ഉം. അപ്പം 35 ആയില്ലേ ഇവിടുന്ന് തന്നെ. പിന്നെ നിങ്ങൾക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്ററാണ്. 35ഉം 7ഉം എത്രയായി, 42 ആയില്ലേ. പിന്നെ എക്കോസിസ്റ്റം 50 ആയില്ലേ. ബയോഡൈവേഴ്സിറ്റി ഭയങ്കര സിമ്പിൾ ആണ്, 50ഉം 53 മാർക്ക്. പിന്നെ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ടായിരിക്കും ഇതിലെ ഇമ്പോർട്ടൻ്റ് ഒക്കെ പഠിക്കാം. നിങ്ങൾക്ക് എവല്യൂഷന്, ഹ്യൂമൻ ഹെൽത്ത് ഒക്കെ ഇമ്പോർട്ടൻ്റ് ഉള്ള കുറച്ച് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാവുന്നതുണ്ട്. പിന്നെ അതിനകത്ത് പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസും ഈ ഒരു മോളിക്കുലാർ ബേസിസ് ഒക്കെ അവസാനത്തിലേക്ക് നീക്കുന്നതായിരിക്കും നല്ലതെന്നാണ് പറയുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട മാർക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡർ വൈസ് നിങ്ങൾ പഠിക്കാം. റിപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് ഹെൽത്ത്, സെക്ഷൽ റിപ്രൊഡക്ഷൻ, പിന്നെ ബയോടെക്നോളജിയുടെ 1 and 2, പിന്നെ ഓർഗാനിസം. വേണമെങ്കിൽ ബയോടെക്നോളജി ബുദ്ധിമുട്ടുള്ളവരുണ്ടാകും. അപ്പോൾ അതിനേക്കാളും ഞാൻ പറയാം, നിങ്ങൾക്ക് ഓർഗാനിസം ആൻഡ് പോപ്പുലേഷനും എക്കോസിസ്റ്റവും അതുപോലെ തന്നെ അത് പഠിച്ചോളൂ. അതായിരിക്കും കുറച്ചുകൂടി അതിനകത്ത്. എന്നിട്ട് പിന്നെ ബയോടെക്നോളജി പഠിച്ചോളൂ, ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ പഠിക്കാം കേട്ടോ. കാരണം ഇത് രണ്ടും ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പം ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇനിയിപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഏതൊക്കെ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റനുകൾ നിങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞ് പഠിക്കണമെങ്കിൽ ആപ്പിൽ ഇപ്പോൾ ആർക്കും അഫോർഡബിൾ ആവുന്ന റേറ്റ് കാര്യങ്ങൾ അതിനകത്ത് വളരെ കുറഞ്ഞ ഫീസിൽ പഠിക്കാവുന്ന അവസരങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഞാൻ നമ്പർ പറഞ്ഞില്ല അല്ലെ, 77 36 70 70 45 കേട്ടോ. 77 36 70 70 45. അപ്പോൾ ഈ ഒരു ഓർഡറിൽ പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ബയോടെക്നോളജിയുടെ മുന്നേ അത് ബുദ്ധിമുട്ടുള്ളവരുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഓർഗാനിസം, പോപ്പുലേഷൻ, എക്കോസിസ്റ്റം പഠിച്ചോളൂ, എന്നിട്ട് ബയോടെക്നോളജി പഠിച്ചാൽ മതി. ഓക്കെ. പിന്നെ അവസാനം വെയിറ്റേജ് കുറഞ്ഞ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള ഈ പ്രിൻസിപ്പൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, മോളിക്കുലാർ ബേസിസ് ഒക്കെ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവസാനത്തേക്ക് മാറ്റി വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണ്ട മാർക്ക് അനുസരിച്ച് പഠിക്കുക. എല്ലാം കൂടി പഠിച്ചിട്ട് അവിയലായി പോകരുത് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് ആദ്യം പഠിച്ചിട്ട് അത് സെറ്റ് ആയിട്ട് പിന്നെ അടുത്തതിലോട്ട് അങ്ങനെ പോയാൽ മതി. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ. അപ്പോൾ നമ്മുടെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.